ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം വലതും ഇടതും മാറി മാറി ഭരിച്ചിട്ടും ഒരു വികസനവും തീണ്ടാത്ത ഒരു മണ്ഡലമാണ്. പക്ഷെ ഇന്ന് ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് വി മുരളീധരൻ എന്ന നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ സ്വന്തം ആവുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജനങ്ങളെല്ലാവരും. അപ്പോൾ വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടിയിട്ടില്ല അവിടുത്തെ ജനങ്ങൾക്കായി ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ഞാനിപ്പോൾ തന്നെ ആറ്റിങ്ങലിൻ്റെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടി 13 സ്ഥലങ്ങളിൽ ചർച്ചകൾ നടത്തി ഓരോ പ്രദേശത്തിൻ്റെയും വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ശേഖരിച്ചു വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് വികസന രേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കരട് വികസന രേഖയുടെ അന്തിമ രൂപം മിക്കവാറും നാളെയോ ഒക്കെ ആയിട്ട് പുറത്തു വരും. അതിൽ ഏതാണ്ട് 16 പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതിൽ മെട്രോ, എയിംസ്, നമ്മുടെ ഔട്ടർ റിംഗ് റോഡ്, അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട, അതുപോലെ ചില പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ ട്രാഫിക് ഗതാഗത കുരുക്ക്, ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്ലാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ കാർഷിക മേഖലയുണ്ട്, കടലോര മേഖലയുണ്ട്, മലയോര പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്, പരമ്പരാഗത വ്യവസായങ്ങളുണ്ട്, അങ്ങനെയുള്ള ടൂറിസമുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്ലാനാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആറ്റിങ്ങലിലെ നേരത്തെ MP യെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ MP-യിലായിട്ട് ഫണ്ട് ചെലവഴിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തു. അതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പോരായ്മയാണ് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര അതുകൊണ്ട് ചെയ്യും. ഇപ്പൊ ഇത്തവണ കേരളത്തിൽ വലിയ പ്രതീക്ഷയാണുള്ളത് BJP-ക്ക്. അപ്പൊ ഏതൊക്കെ ഇടങ്ങളിൽ താമര വിരിയുന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാനിപ്പോ കഴിഞ്ഞ 1.5 മാസമായിട്ട് ആറ്റിങ്ങലാണ് ഞാൻ എൻ്റെ മുഴുവൻ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലും ഇതേപോലെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്തൊക്കെ ജയിക്കും, ഇന്ന സ്ഥലത്തൊക്കെ ജയിക്കില്ല എന്ന് ഞാനിപ്പോൾ പറയുന്നതിന് എനിക്ക് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആറ്റിങ്ങൽ മാത്രമല്ല, കേരളത്തിലെ മറ്റ് നിരവധി സ്ഥലങ്ങളിൽ ഇതേപോലെ വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബിജു രമേശിന്റെ വോട്ട് നൽകാൻ വേണ്ടിയിട്ട് പണം നൽകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഉണ്ടായി. അതിനെ കുറിച്ച് എന്താണ്? അല്ല, ഈ സംഭവം അതിനെ സംബന്ധിച്ചിട്ടുള്ള ദുരൂഹത ഇപ്പോഴും നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് സർക്കാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ചിട്ടുള്ള ദുരൂഹത നീക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത പാലിക്കണം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പണവും മദ്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് മറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ CPM-ഉം കോൺഗ്രസും ഒക്കെ നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ നടത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചനകൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാഗ്രത പാലിക്കണം. ജനങ്ങൾ കേരളത്തിൻ്റെ സംസ്കാരമല്ല പണം വാങ്ങി കൊടുക്കുക. അതുകൊണ്ട് ജനങ്ങളും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ ആരെങ്കിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ശ്രമങ്ങൾ മുളയിൽ തന്നെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊപ്പുണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടിയിരിക്കും. തൃശ്ശൂർ പൂരം തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളെയും ഒട്ടും പരിഗണിക്കാത്തൊരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അതിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലുള്ള മാർഗം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് 2 മലയാളികളെ നാട്ടിലെത്തിച്ചു. ഇനി 2 പേർ അവിടെ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് കുടുംബം ആരോപിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? റഷ്യയിൽ തട്ടിപ്പിനിരയായിട്ട് അവിടെ പെട്ടുപോയിട്ടുള്ള ആൾക്കാർ, അവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വിദേശകാര്യ വകുപ്പ് പല ശക്തമായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേര് തിരിച്ചു കഴിഞ്ഞു.
റഷ്യൻ ഗവൺമെന്റ് വഴി ബാക്കിയുള്ളവരെ കൂടി തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഊർജിതമായിട്ട് തുടങ്ങുന്നു. ഓക്കെ, താങ്ക് യു സർ.